സ്പേം വെയിൽ എന്ന തിമിംഗലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 5 സീറ്റർ മാക്രോസെഫാലസ് എന്ന ശാസ്ത്രനാമമുള്ള ഒരു ഘടാഘടിയൻ തിമിംഗലമാണ് സ്പേം വെയിൽ. 5 സീറ്റർ എന്ന ജനുസിൽപ്പെടുന്ന ഈയൊരിനം തിമിംഗല സ്പീഷീസ് മാത്രമേ ഭൂമുഖത്തുള്ളൂ. തിമിംഗലങ്ങൾ മമൽസ് അഥവാ സസ്തനികളാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ പല്ലുകളുള്ള തിമിംഗല ഇനമാണ് സ്പേം വെയിൽ. പൂർണ്ണ വളർച്ചയെത്തിയ ഒരാൺ സ്പേം വെയിലിന് ഏകദേശം 20.7 മീറ്റർ അഥവാ 67 അടി നീളവും 80 ടണ്ണോളം ഭാരവും ഉണ്ടാകും. കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആഫ്രിക്കൻ ആനയ്ക്ക് 3 മുതൽ 7 മീറ്ററോളം മാത്രമേ നീളമുള്ളൂ എന്നോർക്കണം. മാക്രോസെഫാലസ് എന്ന സ്പീഷീസ് നാമത്തിന്റെ അർത്ഥം വലിയ തല എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ മാക്രോ എന്നാൽ വലുതെന്നും സെഫാലസ് എന്നാൽ തലയെന്നുമാണ് അർത്ഥം. ഒരു പ്രത്യേക ആകൃതിയിലുള്ള വലിയ തലയാണ് ഇവരുടേത്. ലോകത്തുള്ള മിക്ക ആഴക്കടൽ ഭാഗങ്ങളിലും കാണാൻ കഴിയുന്ന ഇനം തിമിംഗലമായ ഇത് ഒരു കോസ്മോപൊളിറ്റൻ സ്പീഷീസ് ആണ്. കാലാവസ്ഥയ്ക്കും പ്രദേശങ്ങൾക്കും അനുസരിച്ച് ഇവരുടെ ആഹാര രീതി മാറുമെങ്കിലും സെഫാലോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന സ്ക്വിഡ്സ് അഥവാ കണവകളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. 2008 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അഥവാ IUCN ഇവരെ വംശനാശ ഭീഷണി നേരിടുന്ന പ്രത്യേക സംരക്ഷണം അർഹിക്കുന്ന ജീവികളുടെ ലിസ്റ്റായ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇവരുടെ നിലനിൽപ്പിനെ വെല്ലുവിളിക്കുന്ന 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന് സമുദ്ര മലിനീകരണം, 2 വേട്ടയാടൽ. സ്പേം വെയിലിനെ വേട്ടയാടുന്നത് കേവലം ഇറച്ചിക്ക് വേണ്ടിയല്ല, പിന്നെയോ ആംബർഗ്രിസ് എന്ന തിമിംഗല ഛർദിക്ക് വേണ്ടിയാണ് ആളുകൾ സ്പേം വെയിലിനെ വേട്ടയാടുന്നത്. ഇത്തരം തിമിംഗലങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ നന്നായി ദഹിക്കാത്ത ചില ഭക്ഷണ അവശിഷ്ടങ്ങൾ കുടുങ്ങിക്കിടക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങളിലേക്ക് തിമിംഗലങ്ങൾ ചില സെക്രീഷൻസ് അഥവാ സ്രവങ്ങൾ ചുരത്തും. ഇത് കട്ടിയായി ഉണ്ടാകുന്നതാണ് ആംബർഗ്രിസ്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ആംബർഗ്രിസുകൾ തിമിംഗലങ്ങൾ ഛർദ്ദിച്ചു കളയുകയോ വിസർജിക്കുകയോ ചെയ്യാറാണ് പതിവ്. ഇല്ലെങ്കിൽ ഇവരുടെ ജീവനെ തന്നെ അത് ബാധിച്ചേക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യർക്ക് ഈ തിമിംഗല ഛർദിയെക്കുറിച്ച് അറിയാമായിരുന്നു. മരുന്നുകളുടെ നിർമ്മാണത്തിനും ആഹാര പദാർത്ഥങ്ങളുടെ രുചി വർദ്ധിപ്പിക്കുന്നതിനുള്ള കോണ്ടിമെന്റായും പെർഫ്യൂമുകളുടെ നിർമ്മാണത്തിനും അഫ്രോഡീസിയാക്സ് അഥവാ ലൈംഗിക ഉത്തേജക മരുന്നുകളുടെ നിർമ്മാണത്തിനും എല്ലാം ആംബർഗ്രിസ് ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഇത്തരം ഉപയോഗങ്ങളൊക്കെ ഉള്ളത് കാരണം കോടിക്കണക്കിന് വിലയുണ്ട് ആംബർഗ്രിസിന്. കേരളത്തിൽ നിന്ന് പലപ്പോഴായി തിമിംഗല ഛർദി പിടികൂടിയെന്നുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉറച്ച മെഴുകു പോലെയുള്ള ഗ്രേ അല്ലെങ്കിൽ കറുത്ത ഇരുണ്ട നിറമുള്ള ആംബർഗ്രിസ് പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു വസ്തുവാണ്. ചിലപ്പോൾ കരയ്ക്കടിഞ്ഞ നിലയിലും ചത്തുപോയ തിമിംഗലങ്ങളുടെ ശവശരീരങ്ങളിൽ നിന്നുമൊക്കെ ആംബർഗ്രിസ് ലഭിക്കാറുണ്ട്. കരയ്ക്കടിഞ്ഞു കിട്ടുന്ന ആംബർഗ്രിസിനെ ജെറ്റ്സാം ആംബർഗ്രിസ് എന്ന് വിളിക്കുന്നു. ഫ്രഷ് ആംബർഗ്രിസിന് നല്ല സുഗന്ധമൊന്നുമല്ല, മറിച്ച് വിസർജ്യത്തിന്റെ ഗന്ധമാണ്. ഉണങ്ങുന്നതിൻ്റെയും പഴകുന്നതിൻ്റെയും ഫലമായി ഇതിന് ഒരു നല്ല സുഗന്ധം കൈവരും. പുതുമണ്ണിന്റെ പോലെയുള്ള എർത്തി സ്മെൽ, ചന്ദനത്തിന്റെ മണം, കടലിന്റെ മണം, കസ്തൂരിയുടേതുപോലെയുള്ള മസ്കി സ്മെൽ, അങ്ങനെ പലവിധ ഗന്ധങ്ങളുള്ള ആംബർഗ്രിസുകൾ ഉണ്ട്. ആംബർഗ്രിസിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന രാസവസ്തുവാണ് ആംബ്രീൻ. ആംബർഗ്രിസിൽ 25 മുതൽ 45% ഇതടങ്ങിയിട്ടുണ്ട്. ആംബർഗ്രിസിന് അതിന്റെ ഗന്ധം നൽകുന്നത് ആംബ്രീനാണ്. ഇതൊരു ട്രൈസൈക്ലിക് ട്രൈടെർപീൻ ആൽക്കഹോളാണ്. ആംബ്രീന് ഓക്സിഡേഷൻ സംഭവിച്ച് ഉണ്ടാകുന്ന ഒരു രാസവസ്തുവാണ് ആംബ്രാഫ്യൂറാൻ. ആംബ്രീൻ കൂടാതെ കോപ്രോസ്റ്റിറോൾ, എപ്പികോപ്രോസ്റ്റിറോൾ, പ്രിസ്റ്റെയിൻ, കൊളസ്ട്രോൾ, സ്റ്റിറോയിഡ്സ്, ടെർപിനോയിഡ്സ് എന്നിങ്ങനെ കുറേയധികം രാസവസ്തുക്കൾ ആംബർഗ്രിസിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ആംബർഗ്രിസിൽ കൂടുതലായി കാണപ്പെടുന്ന ഘടകം കൊഴുപ്പാണ്. തിമിംഗല ഛർദിയിൽ മാത്രമല്ല, മറ്റ് മൃഗങ്ങളുടെ വിസർജ്യത്തിലും കാണുന്ന രാസവസ്തുവാണ് കോപ്രോസ്റ്റിറോൾ. എങ്ങനെയാണ് ആംബർഗ്രിസ് രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം ഇന്നും വ്യക്തമാകാതെ കിടക്കുന്ന ഒന്നാണ്. ഇത് വിശദീകരിക്കുന്ന പല തിയറികളുണ്ട്. സ്ക്വിഡ്സ് അഥവാ കണവകളാണ് സ്പേം വെയിൽസിന്റെ പ്രധാനപ്പെട്ട ഒരു ആഹാര പദാർത്ഥം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആംബർഗ്രിസിൽ കൂടുതലായി കാണപ്പെടുന്നത് കണവയുടെ ദഹിക്കാത്ത ചില ശരീരാവശിഷ്ടങ്ങളാണ്. കണവകളുടെ കൈകളുടെ ഇടയിലായി കാണപ്പെടുന്ന കൂർത്ത കട്ടിയുള്ള സ്ക്വിഡ്സ് ബീക്ക് എന്ന ഭാഗമാണ് ഇത്തരത്തിൽ ആംബർഗ്രിസിൽ കാണാറുള്ളത്. കണവകൾ ഇരപിടിക്കുന്നത് ഈ സ്ക്വിഡ്സ് ബീക്ക് ഉപയോഗിച്ചാണ്. ഇത് കാണാൻ തത്തയുടെ കൊക്കുപോലെ ഉണ്ടാകും. കൈറ്റിൻ തന്മാത്രയും പ്രോട്ടീൻ ഫൈബറുകളും കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം സ്ക്വിഡ് ബീക്കുകളാണ് ആംബർഗ്രിസുകളുടെ ഉൽപാദനത്തിന് കാരണമാകുന്നതെന്ന് കരുതപ്പെടുന്നു. സ്ക്വിഡ് ബീക്കിൽ അടങ്ങിയിട്ടുള്ള കൈറ്റിൻ സ്പേം വെയിലുകളുടെ ദഹന വ്യവസ്ഥയെ ഇറിറ്റേറ്റ് ചെയ്യുമത്രേ. ഇതിന്റെ ഫലമായി തിമിംഗലങ്ങൾ ചില സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ഇതെല്ലാം കൂടിച്ചേർന്നാണ് ആംബർഗ്രിസ് ഉണ്ടാകുന്നത്. ഇക്കാര്യം ശരിവെക്കുന്ന രീതിയിൽ കടലിൽ ജീവിക്കുന്ന കണവകളെ ഭക്ഷിക്കുന്ന മറ്റു ചില സസ്തനികളും ആംബർഗ്രിസ് ഉൽപ്പാദിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ആംബർഗ്രിസിൽ നിന്നും DNA വേർതിരിച്ചെടുത്ത് അത് ഉൽപ്പാദിപ്പിച്ച തിമിംഗലത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയും. ഇതുവഴി ഏത് സ്ഥലത്ത് നിന്നാണ് അത് ലഭിച്ചതെന്നുവരെ കണ്ടെത്താനാകും. ചില പെർഫ്യൂമുകളുടെ സുഗന്ധം അധിക നേരം നീണ്ടു നിൽക്കാറില്ല.
എന്നാൽ ചിലതിൻ്റേതാകട്ടെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. ഇത്തരത്തിൽ പെർഫ്യൂമുകൾക്ക് ലോഞ്ചിവിറ്റി നൽകുന്ന ഒരു ഘടകമായാണ് ആംബർഗ്രിസിനെ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. അതായത് ആംബർഗ്രിസ് ഒരു നല്ല പെർഫ്യൂം ഫിക്സേറ്റീവ് ആണ് എന്ന സാരം. ഇതുവരെ സ്പേം വെയിലുകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തുവാണ് ആംബ്രീൻ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ മനുഷ്യരുടെ പൂർണ്ണമായും അഴുകാത്ത ശവശരീരങ്ങളിൽ നിന്ന് ഗവേഷകർ ആംബ്രീൻ കണ്ടെത്തുകയുണ്ടായി. പൂർണ്ണമായി ഡീകമ്പോസ് ആകാത്ത മനുഷ്യ ശരീരങ്ങളിൽ കാണപ്പെടുന്ന അഡിപ്പോസിയർ എന്ന മെഴുകുപോലെയുള്ള പദാർത്ഥത്തിലാണ് ആംബ്രീന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്.